നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. ട്രെയിൻ യാത്രയ്ക്കിടെ മോഷണം. നീരേറ്റുകുളം സ്വദേശികളായ ദമ്പതികളുടെ 15 പവൻ സ്വർണം കവർന്നു. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. പുളിങ്കുന്ന് ജലമാമാങ്കത്തിന് അരങ്ങൊരുങ്ങി. സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. ട്രെയിൻ യാത്രയ്ക്കിടെ മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത് സ്വർണ്ണാഭരണം കവർന്നു. മുംബൈ തിരുവനന്തപുരം ജയന്തി ജനതാ തീവണ്ടിയിലായിരുന്നു സംഭവം. നീരേറ്റുകുളം സ്വദേശികളായ V വർഗീസിന്റെയും ഭാര്യ ആനി വർഗീസിന്റെയും മയക്കിയാണ് 15 പവൻ സ്വർണം കവർന്നത്. മുംബൈയിൽ നിന്നും ചൊവ്വാഴ്ചയാണ് ദമ്പതികൾ തിരുവല്ലയിലേക്ക് തിരിച്ചത്. എന്നാൽ യാത്രാമധ്യേയാണ് സംഭവം ഉണ്ടായതെന്നും ആന്ധ്രാപ്രദേശ് വരെ തങ്ങൾക്ക് യാത്ര ചെയ്തതായി ഓർമ്മയുണ്ടെന്നും KCV വാർത്തകളോട് പറഞ്ഞു. ആന്ധ്ര വരെ വന്ന ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഒരാളെ മാവേലിക്കര സ്റ്റേഷനിൽ ആരോ കൊണ്ടുവന്ന് തിരുവല്ലായി സ്റ്റേഷനിൽ വിട്ടു. ഒരാളെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഉണ്ടായിരുന്ന ആഭരണം എല്ലാം പോയി. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ കസിന് വീട്ടിൽ കൊണ്ടുവന്നിട്ടു. വീട്ടിൽ വന്ന് പിന്നെ സാഹിബിന്റെ ആശുപത്രിയിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന് ഇന്ന് ഡിസ്ചാർജായി. വ്യാഴാഴ്ച തിരുവല്ലയിൽ എത്തേണ്ടിയിരുന്ന ഇരുവരും മാവേലിക്കര ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ RPF പരാതി നൽകിയെന്നും ഇവർ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം നേട്ടം കൈവരിച്ചെങ്കിലും അത് ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്. ക്ലൂണി സ്കൂൾ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങളെ ആധാരമാക്കിയായി. പക്ഷെ പിന്നീട് ആ നേട്ടങ്ങൾ മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കാലികമായ പഠന സൗകര്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ആരംഭിക്കുന്ന പുതിയ കോഴ്സുകൾ പഠിക്കാൻ വേണ്ട സൗകര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുള്ള ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇവിടെ സ്വകാര്യ മേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സർക്കാരിന് പുതിയ സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്നോട് നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിക്കേണ്ട പുതിയ കോഴ്സ് പഠിക്കാൻ വേണ്ടി കേരളം വിട്ട് അയൽ സംസ്ഥാനത്തേക്ക് പോയ ഒരു സാഹചര്യമാണ് നാം മുന്നിൽ കണ്ടത്. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാർ ജോസഫ് പൗവത്തിൽ മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ പ്രഭാഷണം നടത്തി. CF തോമസ് MLA, മാത്യൂസ് ജോർജ്, ഹരികുമാർ കോയിക്കൽ, C ലൈല ജോസഫ്, C ജാൻസി, ജോസുകുട്ടി കുട്ടമ്പേരൂർ തുടങ്ങിയവർ സംസാരിച്ചു. 21ാമത് രാജീവ് ഗാന്ധി ട്രോഫി ജലമേളയ്ക്ക് അരങ്ങൊരുങ്ങി. ഞായറാഴ്ച രാവിലെ ജലമേളയുടെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. പുളിങ്കുന്ന് വടക്കേയങ്ങാടി ബാങ്ക് ഓഡിറ്റോറിയമാണ് ഓഫീസായി പ്രവർത്തിക്കുന്നത്. രാജീവ് ഗാന്ധി ജലമേള ഒരുമയോടുകൂടി നടത്തുവാൻ സാധിക്കുന്നത് അഭിനന്ദനീയമാണെന്ന് ആലപ്പുഴ RDO TR ആസാദ് പറഞ്ഞു.
ഈ മേഖലയിൽ ഇന്ന് സാമ്പത്തിക ചിലവുകൾ ഏറുകയാണ്. താൻ നെഹ്റു ട്രോഫി ജലമേളയുടെ സെക്രട്ടറിയാണെന്നും ഇത്തവണ സ്പോൺസർമാരെ കിട്ടാഞ്ഞത് മൂലം ഏറെ ക്ലേശിച്ചാണ് മേള നടത്തുവാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥ സഹായമോ ജനങ്ങളിൽ നിന്നും സാമ്പത്തിക പിരിവോ ഇല്ലാതെ ഈ ജലമേള നടത്തുവാൻ കഴിയുന്നത് സംഘാടകരുടെ മികവാണെന്നും ആസാദ് പറഞ്ഞു. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനും കൂടിയാണ് ഈ വളരെ നടത്തുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചത്. എന്തായാലും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബനാഥൻ ന്യായാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ഈ വള്ളംകളി ഈ വർഷം നടത്തുവാൻ തീരുമാനിച്ച നിങ്ങളേവരെയും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. മേലിലും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നൊരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കുട്ടനാട് തഹസിൽദാർ എസ് സന്തോഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. രക്ഷാധികാരി അലക്സ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് അധ്യക്ഷനായ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ജേക്കബ്, രാജേഷ് കല, തങ്കച്ചൻ കാനാച്ചേരി, രാജു കട്ടത്തറ, പി കെ വിജയൻ, സിബി മൂലംകുന്നം, റാഫി ജോസഫ്, എ കെ ഷംസുദൻ എന്നിവർ സംസാരിച്ചു. കുട്ടനാട് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടിയുള്ള കൌൺസലിംഗ് സെന്റർ ഫോർ റാഷ് ഡ്രൈവേഴ്സിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് കുട്ടനാട് ജോയിന്റ് ആർടിഒ എ കെ ദിലു അറിയിച്ചു. കുട്ടനാട് വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തോമസ് ചാണ്ടി MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കുട്ടനാട് താലൂക്കിലെ മികച്ച 4 ഡ്രൈവർമാർക്ക് പുരസ്കാരങ്ങൾ നൽകും. കൂടാതെ വാഹന അപകടങ്ങളിൽ അനാഥരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും ജോയിന്റ് ആർടിഒ അറിയിച്ചു. കൌൺസിലിംഗ് സെന്റർ ഫോർ റാഷ് ഡ്രൈവേഴ്സ് അശ്രദ്ധമായി അഹങ്കാരത്തിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി ആലപ്പുഴ ജില്ലയിൽ എവിടെ അത്തരത്തിൽ വാഹനം ഓടിക്കുന്നവരുണ്ടെങ്കിലും അവരെ കണ്ടെത്തി അവരെ ഒരു ഏകദിന പരിശീലനത്തിന് വിധേയമാക്കുക എന്നതാണ് ഈ പുതിയ സംരംഭത്തിന്റെ ഉദ്ദേശം. എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച അത്തരത്തിലുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കുക എന്നതാണ് പുതിയ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതുവഴി ഒരു ദിവസത്തെ ട്രെയിനിങ്ങിൽ ഇവരെ ഇരയാവുന്നത് വഴി അവരിൽ വലിയ ഒരു മാനസിക പരിവർത്തനം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള അത്തരത്തിലുള്ള ഒരു സിലബസാണ് അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം ക്ലാസുകൾ എടുക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എത്തുന്നുണ്ട്. മെഡിറ്റേഷൻ ഉണ്ട് അതിനകത്ത് തന്നെ. പിന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന എക്സ്പെർട്സ്. അങ്ങനെ 4 സെഷൻസായിട്ട് തിരിച്ചിട്ടുള്ള ഒരു 1 ഡേ ക്ലാസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ അവരുമായി ബന്ധപ്പെട്ട അവരെ ഏത് കേസിന് പിടിച്ചിരിക്കുന്നു അത് തീർക്കാൻ കഴിയും. അത് ചേർത്തല മുതൽ കായംകുളം വരെ മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ ഓഫീസുകൾ പിടിക്കുന്ന ആൾക്കാരെയും ഇവിടെ ആ ക്ലാസ്സിന് വിധേയമാക്കുകയും ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ ചെന്നാൽ മാത്രമേ കേസ് തീരുകയുള്ളൂ. അത്തരത്തിൽ ഒരു പദ്ധതിയാണ് ഇത്. വളരെ വ്യാപകമായി ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ ചീറിപ്പാഞ്ഞു പോകുന്ന ആൾക്കാരെ പിടിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ കറക്ഷൻ സെന്റർ കൊണ്ട് ഉദ്ദേശം ലക്ഷ്യമിടുന്നത്. വരും വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുകയും അതുവഴി നല്ല ഒരു ശതമാനം ആൾക്കാർ മാന്യമായി വാഹനം ഓടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറ്റിയെടുക്കാം എന്നതാണ് നമ്മൾ ഈ വർഷം മുമ്പോട്ട് വെക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ ഇളവിന് അപേക്ഷിക്കേണ്ട സമയപരിധി നീട്ടണമെന്ന് എഡ്യൂക്കേഷൻ ലോണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിശ്ചയിച്ചതിലും ഉയർന്ന രീതിയിലാണ് ബാങ്കുകൾ പലിശ കണക്കാക്കുന്നത്. പലിശ ഇളവിന് മുമ്പ് കളക്ടറേറ്റിൽ അപേക്ഷ സമർപ്പിച്ചത് മതിയാവും എന്ന ധാരണയിൽ പകുതിയിലധികം പേരും പുതിയ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. 2013 ഡിസംബർ വരെയുള്ള പലിശ വഹിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്തു. അതിനാവശ്യമായ തുക ലീഡ് ബാങ്കിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തുക മതിയാവില്ലെന്ന നിലപാടാണ് ബാങ്കുകൾ സ്വീകരിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ അത് മതിയാകുമെന്ന ധാരണയിൽ പലരും, ഒരു പകുതിയിലധികം ആളുകളും ഇതുവരെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പലിശയിളവ് പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടുന്ന പരസ്യങ്ങളോ അതിനു വേണ്ടുന്ന പ്രചരണങ്ങളോ ബാങ്കുകളോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിന്റെ സമയപരിധി, പലിശയിളവിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട സമയപരിധി ദീർഘിപ്പിക്കണമെന്നാണ് എഡ്യൂക്കേഷൻ ലോണേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ ഈ പലിശയിളവ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഇതിനോടകം തന്നെ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തുക 1800 കോടി രൂപ പലിശ ഇളവിന് വേണ്ടിയിട്ട് ലീഡ് ബാങ്കിന് കൈമാറുകയുണ്ടായി. പക്ഷേ ആ തുക മതിയാകില്ല എന്ന സമീപനമാണ് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്നത്.
ഇത്രയും ഭീമമായ ഒരു തുക മതിയാകാതെ വരുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് ഉയർന്ന നിരക്കിലുള്ള പലിശ 14% മുതൽ 18% വരെ കൂട്ടുപലിശ ഇനത്തിൽ കണക്കാക്കി നൽകിയതുകൊണ്ട് മാത്രമാണ് ഇത്രയും തുക മതിയാകാതെ വരുന്ന സാഹചര്യം ഉണ്ടായത്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് പോളി തോമസ്, MJ വർഗീസ്, ജോസ് ആലഞ്ചേരി, പാപ്പച്ചൻ കരിമാടി, ഭാസ്കരപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കുന്ന ഒക്ടോബർ 2 മുതൽ റേഷൻ കടകൾ അടച്ചിടുമെന്ന് ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി നടപ്പാക്കുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽപ്പെടാത്ത 1.79 കോടി ജനങ്ങൾക്ക് റേഷൻ ലഭിക്കില്ല. റേഷൻ ലഭ്യമാക്കാൻ അധിക അരിവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നവരെ പദ്ധതി നടപ്പാക്കരുതെന്നും അസോസിയേഷൻ ദേശീയ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ 20 ലക്ഷം കുടുംബങ്ങൾക്ക് 1 രൂപ നിരക്കിലും 42 ലക്ഷം കുടുംബങ്ങൾക്ക് 2 രൂപ നിരക്കിലും റേഷൻ ലഭിക്കുന്നുണ്ട്. 15.69 ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം കേരളത്തിന് നൽകുന്നത്. പദ്ധതി നടപ്പാക്കുമ്പോൾ അത് 10.13 ലക്ഷം മെട്രിക് ടണ്ണായി കുറയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 50 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ കിട്ടാതാകുന്നു. ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രകാരം മുൻഗണനാ പട്ടികയിൽപ്പെടുന്ന 32 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമേ റേഷൻ ലഭിക്കുകയുള്ളൂ. മുൻഗണനാ പട്ടികയിൽ പെടുത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ BPL ലിസ്റ്റിലുള്ള 20 ലക്ഷം കുടുംബങ്ങളെയും 2009 ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാക്കിയ 12 ലക്ഷം കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി 32 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമാണ്. കേരളത്തിൽ 82 ലക്ഷം കുടുംബങ്ങൾക്കാണ് നിലവിൽ റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 15 ലക്ഷം മെട്രിക് ടൺ അരി 10 ലക്ഷം മെട്രിക് ടണ്ണായി കുറയും. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി 5 ലക്ഷം ടൺ മെട്രിക് ടൺ കുറയുമ്പോൾ കേരളത്തിൽ അരിയുടെ വില വർദ്ധിക്കും, ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, പട്ടിണി മരണമുണ്ടാകും. അതുകൊണ്ട് കേരളത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിക്കാതെ, കേരളത്തിൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിക്കാതെ ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത.
Shalimar Marbles and Granites, Manikachira, AC Road, Changanasheri. വാർത്തകൾ തുടരുന്നു. 58ാമത് നീരേറ്റുപുറം ജലോത്സവത്തോടനുബന്ധിച്ച് ട്രാക്കും ഹീറ്റ്സും നിശ്ചയിച്ചു. ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകുന്നേരം 4-ന് YMCAയിൽ കൂടിയ യോഗം തിരുവല്ല സർക്കിൾ ഇൻസ്പെക്ടർ ആർ രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷമാണെങ്കിലും പറ്റത്തില്ല, തിരുവോണത്തിന് നടത്തണം എന്ന് പറഞ്ഞ് മറ്റൊരു ഗ്രൂപ്പ് കൂടി നമ്മുടെ ഇവിടെ സജീവമായിട്ടുള്ളതാണ്. അന്നത് നമ്മൾ ഉത്രാടത്തിന് വളരെ ദിവസം എന്തെങ്കിലുമൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായി ആൾക്കാർ ശ്രമിക്കും. അപ്പൊ നിങ്ങളുടെ ഭാഗത്തോടും കൂടി അതിനൊരു കരുതലുണ്ടാവും. രാജശേഖരൻ തലവടി, ജെയിംസ് ചുങ്കത്തിൽ, പുന്നൂസ്, തങ്കച്ചൻ എട്ടിൽ തുടങ്ങിയവരും യോഗത്തിൽ സംസാരിച്ചു. ചാസ് ചങ്ങനാശ്ശേരി മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ പാറയിൽപ്പള്ളി മൈതാനിയിൽ ആരംഭിച്ച കാർഷിക വിപണന മേള കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. പാറേപ്പള്ളി വികാരി ഫാദർ ജേക്കബ് ബാരിക്കാട്, ഫാദർ ജോസഫ് കളരിക്കൽ, ബാബു വള്ളപ്പുര, സൈബി അക്കര തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മേഖലയിലെ ചങ്ങനാശ്ശേരി മേഖലയിലെ വിവിധ യൂണിറ്റുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് പാറയിൽ യൂണിറ്റ്. ചാസിന്റെ പ്രവർത്തനങ്ങൾ യൂണിറ്റ് കേന്ദ്രീകരിച്ചാണ് നമ്മൾ നടത്തുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഈ ചാസ് വളരെയധികം പ്രാധാന്യം നൽകുന്നത് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ജൈവവള നിർമ്മാണം പരിശീലിപ്പിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉത്പാദിപ്പിക്കാനായിട്ടുള്ള പ്രോത്സാഹനവും ക്രമീകരണവും ഒക്കെ നടത്തുക എന്നുള്ളത് നമ്മുടെ പദ്ധതിയുടെ ഭാഗമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക വിപണന മേളയിൽ മുട്ടക്കോഴികൾ, വിവിധയിനം പക്ഷികൾ, കരിങ്കോഴികൾ, സിൽക്കി കോഴികൾ, അലങ്കാര മത്സ്യങ്ങൾ, തേനീച്ച, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി വിത്തുകൾ, ഔഷധ സസ്യങ്ങൾ, പൂച്ചെടികൾ എന്നിവയുടെ വിൽപ്പനശാലകളും മാലിന്യ സംസ്കരണം, ബയോഗ്യാസ് പ്ലാന്റ്, കാർഷിക ഉപകരണങ്ങൾ, സ്വാശ്രയ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും പ്രദർശനത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടനാട് SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നേതൃസംഗമവും പഠന ക്ലാസും നടന്നു. ഇരുളടഞ്ഞ ഒരു ഭൂതകാലത്തിന്റെ നരകയാതനകളിൽ നിന്നും കേരളീയ സമൂഹത്തെ നന്മയുടെയും പുരോഗതിയുടെയും പുതിയ പടവുകളിലേക്ക് കൈപിടിച്ചുയർത്തിയത് SNDP യോഗമാണെന്ന് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടനാട് SNDP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP മധുസൂദനൻ പറഞ്ഞു. അടിസ്ഥാനപരമായ ചില അറിവുകൾ സമ്പാദിച്ചുകൊണ്ടാണ് ഇതേപോലെ നീണ്ട ക്ലാസുകളോ ചർച്ചകളോ ഒന്ന് സംഘടനാ തലത്തിൽ നടപ്പിലായില്ലെങ്കിൽ പോലും SNDP യോഗ ചരിത്രത്തെ സംബന്ധിച്ച് ഗുരുദേവനെ സംബന്ധിച്ചൊക്കെയുള്ള പുസ്തകങ്ങൾ ശരിയാവണ്ണം വായിച്ച് മനസ്സിലാക്കി സംഘടനയെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് അവരുടെ നിർദ്ദേശത്തെ വിളിച്ചുകൊണ്ടി എനിക്ക് നിങ്ങളോട് ആദ്യം പറയുവാനുള്ളത്, ഇതേപോലെയുള്ള പഠന ക്ലാസുകൾ നമ്മുടെ അറിവിൽ വിഴിവുകൾ ഉണ്ടാക്കി പോലും പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഗുരുവിനെ സംബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഗുരുവിനെ സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങൾ ഇതിനോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ പക്ഷം ഒരു 2 പുസ്തകമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം അഭിപ്രായമാണ്. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് വരുൺ ടി രാജ് അധ്യക്ഷനായ യോഗത്തിൽ കുട്ടനാട് SNDP യൂണിയൻ സെക്രട്ടറി MT പുരുഷോത്തമൻ യുവജന സന്ദേശം നൽകി. തുടർന്ന് സന്തോഷ് ശാന്തി, AG സുഭാഷ്, CK സതീഷ്, CK ബാലു, ജയ അജയ്കുമാർ, S മനേഷ് കൈനഗിരി എന്നിവർ സംസാരിച്ചു. ശേഷം ശ്രീനാരായണ പ്രസ്ഥാനവും യുവജനങ്ങളും എന്ന വിഷയത്തിൽ ബിജു പുളിക്കേലടത്ത് പഠന ക്ലാസും നടത്തി. ചങ്ങനാശ്ശേരി വോളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ PP ജോസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വോളിബോൾ മത്സരം സെപ്റ്റംബർ 1 മുതൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ തന്നെ പ്രമുഖരായ 9 ടീമുകളാണ് മത്സരിക്കുന്നത്. വിജയികൾക്ക് അന്തരിച്ച മുൻ മുനിസിപ്പൽ ചെയർമാൻ PP ജോസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും, റണ്ണേഴ്സ് അപ്പിന് അലൻ ജെ വാണിയപ്പുരയ്ക്കൽ മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. സെപ്റ്റംബർ 5 നടക്കുന്ന സമാപന സമ്മേളനം CF തോമസ് MLA ഉദ്ഘാടനം ചെയ്യും. രണ്ടാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ ഈ മാസം 1 മുതൽ 5 തീയതി വരെ നടത്തപ്പെടുന്നു. കഴിഞ്ഞ വർഷം 2013 മെയ് മാസം 9 മുതൽ 12 തീയതി വരെയാണ് നമ്മൾ ഈ ടൂർണമെന്റ് നടത്തിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം 2014 മെയ് മാസം ആ സമയത്ത് നടക്കേണ്ടതായിരുന്നു. പക്ഷേ നടക്കാൻ പറ്റാത്ത ചില സാഹചര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ
അല്ലെ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു ആഘോഷം നടക്കുന്നതിനാൽ നമുക്കതിൽ ആ സമയത്ത് ഈ വോളിബോളിന്റെ ഒരു ഭാഗം മുങ്ങിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാറ്റിവെച്ചത്. പിന്നീട് ഒരു തെളിവ് വരുന്ന സമയത്തേക്ക് നടത്താൻ നമ്മൾ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമാണ് ഇപ്പൊ ഈ മാസം 1-ാം തീയതി ഓണം വരുന്നതിന് മുമ്പ്, എന്നാൽ ഓണത്തിന്റെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത് നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ ഏകദേശം പ്രമുഖമായ ടീമുകൾ ഇപ്പൊ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. പല ടീമുകളും പുറത്തുനിന്ന് ആർമി അടക്കമുള്ള സർവീസസ് കളിക്കുന്നവർ അടക്കമുള്ളവർ പല ക്ലബ്ബുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, കൌൺസിലർമാരായ PS മനോജ്, ജിമോൾ ജോർജ്, DYSP K ശ്രീകുമാർ, PV പുഷ്പൻ, സെവിൻ ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജേക്കബ് തോമസ്, ബിനീഷ് തോമസ്, PV റോയ്, റോഷൻ ജോസ്, അഭിലാഷ് കുമാർ, ശിവകുമാർ, ബിനു KV തുടങ്ങിയവർ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി മഹോത്സവം സംഘടിപ്പിച്ചു. മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പെരുന്ന റെഡ് സ്ക്വയറിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി രഥഘോഷയാത്ര നടന്നു. തുടർന്ന് മതിമൂല വാര്യ സമാജം ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും അഖിലേന്ത്യാ വിശ്വകർമ്മ മഹാസഭ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങൾ പരമാവധി അംഗീകരിച്ചു വരുന്നതിന് വേണ്ടി ഞങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ ഗവൺമെന്റ് സർക്കാർ വിശ്വകർമ്മ സമുദായത്തോട് അങ്ങേയറ്റം അനുഭവമുള്ള സർക്കാരാണ്. ഈ സർക്കാരിൽ നിന്ന് ഇനി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭ്യമാക്കാനുണ്ടോ എല്ലാം നേരിടുന്നതിന് നിങ്ങളുടെ സമുദായത്തോടൊപ്പം ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. AKVMS ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് EV ജയപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CF തോമസ് MLA, KG ഗോപാലകൃഷ്ണൻ, KV സരസമ്മ, MP രവി, അമ്മിണിയമ്മാൾ, VK സാബു തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പുന്നക്കുന്നം തെക്കേക്കര 473A ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഋഷി പഞ്ചമി മഹോത്സവം ആചരിച്ചു. ചമ്പക്കുളം ജംഗ്ഷന് സമീപം വിശ്വകർമ്മ നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആചാര്യൻ ബാബു D ഗീതാഭവനം വിശ്വകർമ്മ പൂജ നടത്തി. യൂണിയൻ സെക്രട്ടറി N മോഹനൻ പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു. തുടർന്ന് ഭാഗവത പാരായണം, ദീപാരാധന എന്നിവ നടന്നു. മങ്കൊമ്പ് സെന്റ് പയസ് 10th ദേവാലയത്തിലെ 10ാം പിയൂസിന്റെ തിരുനാളിന് സമാപനമായി. ഫാദർ റജൻ പത്തിലിന്റെ നേതൃത്വത്തിലാണ് വിശുദ്ധ കുർബാന നടന്നത്. തുടർന്ന് ദേവാലയത്തിന് ചുറ്റും തിരുനാൾ പ്രദക്ഷിണവും നടന്നു. തിരുനാൾ കുർബാനയിലും പ്രദക്ഷിണത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇനി ചരമവാർത്തകൾ. ചങ്ങനാശ്ശേരി വടക്കേക്കര കുഞ്ഞമ്മ വർഗീസ് നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10:30 ചങ്ങനാശ്ശേരി വടക്കേക്കര തിരുഹൃദയ ദേവാലയത്തിൽ. കണ്ടങ്കരി മുക്കാറിന് വീട്ടിൽ തോമസ് മത്തായി നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 10 കണ്ടങ്കരി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. വടക്കൻ വെളിയനാട് വടക്കേവാലയിൽ റോസമ്മ ഗ്രിഗറി നിര്യാതയായി. 97 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2:30 സെന്റ് ഗ്രിഗോറിയസ് കേസറിയ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രെയിൻ യാത്രയ്ക്കിടെ മോഷണം. നീരേറ്റുപുറം സ്വദേശികളായ ദമ്പതികളുടെ 15 പവൻ സ്വർണം കവർന്നു.
വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ്. പുളുങ്കുന്ന ജലമാമാങ്കത്തിന് അരങ്ങൊരുങ്ങി. സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.